ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ ഫിഷിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. കിട്ടുമോ നമുക്ക് നോക്കാം. കിട്ടുമെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, ഇടയ്ക്ക് പട്ടിയൊക്കെ കരയിക്കും, അത് കരയൊക്കെ ഉണ്ടാവുന്നു, വിശന്നിട്ട് കരയണയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ കുളം. അപ്പൊ ഇപ്പൊ നമ്മള് കൊറേ വാളേനെ ഇട്ടിട്ടുണ്ട്. വലുതായിട്ടുള്ള സിലോപ്പി എല്ലാം തീർന്നു. ഇപ്പൊ അതിന്റെ ചെറുതായിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഉള്ളു. വാള അത് കൊറേ ഉണ്ട്. ഇപ്പൊ വാളേനെ നമുക്ക് പിടിച്ചിട്ടില്ല ഞങ്ങള്. ഈ വാളയെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മള് മീനിന് കൊടുക്കാൻ പോകുന്ന തീറ്റ. നേരത്തെ ഞങ്ങള് ചൂണ്ടയിട്ടൊക്കെയാണ് പിടിച്ചത്. പക്ഷെ ചൂണ്ടയിട്ട് പിടിക്കുമ്പോ ആ നമുക്ക് മീനൊന്നും കിട്ടില്ല. ചൂണ്ടയോടെ പൊട്ടിച്ചോണ്ട് പോകും. നമുക്ക് ഈ വലയുണ്ട് കോഴി നോക്കാം, കിട്ടുമോ നമുക്ക് നോക്കാനേ. അപ്പൊ ഗൈസ്, അമ്മ ഇവിടെ വരയ്ക്ക് ചെറിയ ഓട്ടയുണ്ട് ഗൈസ്. അപ്പൊ അമ്മ ഓട്ട അടയ്ക്കുവാണ്. മീനൊക്കെ പോകും. മീനൊക്കെ റെഡി ആയിരിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ ഹിറ്റാച്ചി ഇന്നലെ എന്താടാ ചോക്കട പറ്റി? ഇന്നലെ ഒരു കുളം കുത്താൻ പോയിപ്പോ ചെളിയിൽ താന്നു പോയി. പിന്നെ 2 JCB വന്നിട്ടാണ് അതൊക്കെ പൊക്കാൻ പറ്റിയത്. വലിച്ചു കയറ്റിയതാ. നമ്മുടെ വല ഇവിടെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. മീൻ പിടിക്കാൻ പോണ ചോക്കട നമ്മൾ ഏറേഷൻ മറന്നുപോയി. ആ വല അതിനകത്ത് കുടുങ്ങി. വിധിയുടെ വിളയാട്ടം. പക്ഷെ നമ്മുടെ മീനുകൾക്ക് അറിയാം, നമ്മൾ കഴിട്ടാൽ മതി, അമ്മക്കറിയാം. ആ വല എടുത്ത് ഭയങ്കര ഇന്റലിജൻസ് ആയിട്ടുള്ള എന്തോ ഒരു കുഞ്ഞ് സിലോപ്പി. വാള കിട്ടാൻ ഭയങ്കര പാടാണ്. അമ്മമാരെ എത്ര ചെയ്താലും ചേസ് ചെയ്താലും അമ്മമാരെങ്ങനെയാലും കളിപ്പോവും. ആരെയോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അവിടെ പോവാം. എന്റെ കൊച്ചിനെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പോട്ടെ. ഇവിടെ ഇങ്ങേറ്റത്തേക്ക് അവിടെ നിങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇങ്ങേറ്റത്ത് കൊണ്ടുവന്ന് പൊക്ക് കേട്ടോ. പൊക്ക് പൊക്ക് പൊക്ക്. സിലോപ്പി കിട്ടിയിട്ടുണ്ട് ഗൈസ്. വാള കിട്ടിയിട്ടില്ല ഗൈസ്. മുട്ടാല കുഞ്ഞല്ലേ. രണ്ടെണ്ണന്മാർ പിടിക്ക് പിടിക്കുക. പിടിച്ചേടാ. പുള്ളിമാർക്ക് പേടിയാ. ഞങ്ങക്ക് പേടിയാ. അതിനകത്ത് നിറച്ച് മുള്ളാണ് ഗൈസ്. കൈ മുറിയും. ഒരുപാട് മുറിഞ്ഞിട്ടുള്ള എടുത്തോ വറക്കാം. മീൻ ഇങ്ങോട്ട് കാണിച്ചു നോക്കട്ടെ. ഇങ്ങനെ പറക്കുമെന്നാ നമുക്കിപ്പോൾ അറിയാം. ഇങ്ങോട്ട് കാണിച്ചടാ. അതിനകത്തുണ്ടല്ലോ. ചെറുതാണ് കള. ആൾക്കാരുണ്ട്. അവനെടുത്ത് കുളത്തിലോട്ട് ഇട്. നമ്മള് ഒരെണ്ണം കുഞ്ഞായ കൊണ്ട് നമ്മള് റിലീസ് ചെയ്യാണ്. ജീവിക്കട്ടെ എന്തായാലും നമ്മളെ വായിൽ തന്നെയാണ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്യാച്ചിനായി പോവാണ്. അപ്പൊ ഗൈസ്, ഇവരാട്ടോ ചെയ്യുന്നത്. എല്ലാം ആവശ്യം വന്നാൽ വിളിക്കാൻ. നമ്മളിതിനകത്ത് കട്ടളയും കൂടി കുറച്ചെണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിനാണ് മീൻ റെഡിയായി.
മറന്നുപോയി വീഡിയോ. ആർക്കാണെങ്കിലും ഒരു തെറ്റ് അല്ല ആപത്ത്. അപ്പൊ ഗൈസ് ഈ വരി ഇട്ടിട്ട് നമുക്ക് വാളേനെ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഉടക്ക് വരാം. നമ്മൾ കാവാലത്തുനിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വാളെ പിടിച്ചു അതിന്റെ ഭാവി അമ്മയും കൂടി ഉടക്കുവല ശരിയാക്കണ. ഞാനും ജോക്കറിന്റെ മണ്ടക്കിരിക്കാണ്. ജോക്കറിന്റെ താഴെ, ഞാൻ മേളില്. ശരിയാക്കിട്ട് കാണാം. അതൊരു ഷൂ വെച്ചേ നമുക്കിത് ശരിയാക്കിട്ട് കാണാം. ശരിയാവില്ല. നമ്മുടെ മീൻ്റെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. കിടക്കുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ചോക്കൊണ്ട് ഇവിടുന്ന് വെരി ഹാർഡ് പ്രോസസ് ഈസ് ദിസ്. കുറച്ച് സമയം എടുക്കും, എന്നാലും മീനെ പിടിച്ചിട്ട് നമ്മൾ പോകും. ഇപ്പോഴേ നമ്മൾ കുറച്ച് മീനെ പിടിച്ചു, പക്ഷെ അത് കുഞ്ഞുതാണ് അല്ലേ. നമുക്ക് വാള വേണം, വാള. എന്നിട്ട് നല്ല മീൻകറി വെക്കണം, നല്ല ചുമന്ന മീൻകറി. അവിടെ നിന്ന് ഒരാൾ പിടയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉടക്കോല നമ്മള് വെള്ളത്തിലിറക്കി. ഇനി അമ്മിയും ചോക്കുണ്ടും കൂടി ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കും. ഭാവി അവിടുന്ന് മീനുകളെ പേടിപ്പിച്ച് കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ ട്രിക്ക്, പേടിപ്പിക്കുകയാണ്. അപ്പം മീനുകൾ ഇങ്ങനെ ഓടി വന്നു കഴിയുമ്പോൾ ഇവിടെ പിടിക്കും, താഴെ വന്ന് മുട്ടും. ആ പിന്നെ ഇപ്പൊ മീനുകൾ ഇങ്ങോട്ട് വരില്ല തോന്നുന്നു. അപ്പൊ ഇവരിങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. വലിയ അബദ്ധം പറ്റി, നടുക്ക് വലിയൊരു ഓട്ടയായിരുന്നു. സെന്റർ ഒരു വലിയ ഓട്ട. വലകൾ കൈമാറുകയാണ്. നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയോ? വാഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒന്ന് ചാടിയായിരുന്നു ഗൈസ്, പക്ഷെ അത് അപ്പൊ ഇവിടെ കാണില്ലേ, ഇവിടെ കാണും. ഇനി അമ്മയാണ് അവിടെ നിന്ന് അതുങ്ങളെ പേടിപ്പിച്ചു വിടുന്നേ. ഓ വാള കിട്ടി ഗൈസ്, അമ്മയുടെ വല കുടുങ്ങി. ഒരു അത്യാവശ്യം വലിയൊരു വാളയാണ്. അതിനെ കൊണ്ടുവാ. അയ്യ ആ എടുക്കണോ? അല്ല വലുത്, അത് മതി. അമ്മ ഇവിടെ കിടക്കണ നല്ല ഹെവി സാധനം. ഓ അതിനെ കളഞ്ഞ നമുക്ക് പിടിക്കാലോ, നമുക്ക് വറ്റിച്ചിട്ടായാലും അതിനെ പിടിച്ചിട്ട് നമുക്ക് പോകും. ആ അവിടെ എന്തോ അനക്കം കേട്ടു. കിട്ടിയോ മീന്? അവിടെ ഉണ്ടോ? അവിടെ കുടുങ്ങി കിടപ്പുണ്ട് ഗൈസ്. ഓ ഗൈസ് അത്യാവശ്യം നല്ല മുഴുവൻ സാധനമാണ്, കുഴപ്പ സാധനമാണ്. നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇവൻ ചോക്കിട്ട് അയക്കുവാടാ. യെസ് നമ്മുടെ മീനെ കിട്ടിയേ. എന്ത് കരച്ചിലാണ്. കരയുണ്ടാട്ടോ, ഞങ്ങൾ ഇതിനെ തിന്നോളാം. കേറ്റി നമുക്ക് അവിടെ മീനെ കിട്ടി. ഞങ്ങളെ പരിശ്രമത്തിന് ശേഷം അല്ലേ വായിക്കപ്പെട്ട കരയുന്ന കേട്ടോ. മീനെ മാറ്റാനുള്ള ശ്രമത്തിനാണ്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഇതിനു മുമ്പേ നമുക്കത് കിട്ടിയായിരുന്നു, പക്ഷെ അത് കുഞ്ഞായിരുന്നു. അത് തന്നെയാണ് എനിക്കൊരു സംശയം. അല്ല, അപ്പോൾ ചോക്കണെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അമ്മ ചെയ്യാം.
എന്ന് പറഞ്ഞു. അമ്മി ഒരു കുട്ടനാട്ടുകാരിയായത് കൊണ്ട് അമ്മയ്ക്ക് എല്ലാം അറിയാം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതിന്റെ ഫിഷിംഗ് വീഡിയോ ശേഷം ഇത് കറി വെക്കുന്ന വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യുക. തലേ പിടിച്ചടാ. ഇവിടെ പിടിച്ചാലാ നിൽക്കുള്ളൂ അത്. പിടക്കണ കണ്ടോ? പിടക്കടാ, ഒന്ന് പിടച്ചു നോക്കടാ. വീണ്ടും കുരുക്കിലായി ഗൈസ് നമ്മുടെ വല. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് എല്ലാം പിടിക്കുന്നത്. ബട്ട് ദിസ് ക്യാമറ ഗേൾ നത്തിങ് ഡൂയിങ്. ഇതിലെ ക്യാമറ പിടിക്കുന്ന വലിയൊരു കാര്യം അറിയോ? ക്യാമറ ഫോൺ പിടിക്കണേ. ഉച്ചക്ക് 9 മണിക്ക്, ഉച്ചക്ക് 9 മണി, രാവിലെ 9:30 ഇവിടെ എടുത്ത് ക്ഷീണിച്ചെന്ന്. ഞാനിവിടെ വീർത്തിൻ്റെ പൊന്നട്ടെ. ആരോ ഉണ്ട് ജോക്കണ്ട വല കുടുങ്ങിട്ടുണ്ട്. പോയാ നമുക്ക് സെക്കൻഡ് വണ്ണിനെ കിട്ടിയിട്ടുണ്ട്. പുളപ്പാച്ച സാധനം 2 കുടുങ്ങിയല്ലോ. എത്രാമത്തെ മീനാണ് നോക്കട്ടെ? ഇത് 2ാമത്തെ നമ്മുടെ മീൻ. ബാക്കി മീനുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാം. ബാക്കി മീനുണ്ടോന്ന് അറിയില്ല. ഉണ്ടായിരിക്കും. മീനുകൾ ഇപ്പൊ തിന്നില്ല, പിന്നെ തിന്നോളൂ കേട്ടോ. പേടിച്ചിരിക്കും. അതെ. ഇനി ആ എയറേഷൻ എല്ലാം കാത്തിടും കേട്ടോ. ആ എടുത്ത് വെച്ചേക്കുന്ന എല്ലാം എടുത്ത് താഴെ ഇടാം. മതി 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 മതി. ആ പോരെ. നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞു. ഇനി നമ്മുടെ എയറേഷനും കൂടി കാത്തി വെച്ചെടുക്കാം. നമ്മളിപ്പോ ഒന്നും എയറേഷൻ ഇടില്ല കേട്ടോ. നമ്മൾ രാത്രി മാത്രമേ എയറേഷൻ ഇടുള്ളൂ. ഈ മീനെ പിടിച്ചത് ഞാനും ജോക്കൊണ്ടും കൂടിയാണ്, അല്ലേ ജോക്കുട്ടാ? യെസ്. ബട്ട് ഇതിനേക്കാളും വലിയ മീനായിരുന്നു ഞാനും ജോക്കൊണ്ടും പിടിച്ചത്. എല്ലാത്തിനും ജോക്കൊണ്ടുണ്ട്. എന്നാ ചെയ്യാനാ? നമ്മുടെ 2 മീൻ ഇടിപ്പുണ്ട്. ഒരു മീനെ നമ്മൾ ഓൾറെഡി കഴുകി അമ്മച്ചി കൊണ്ടുവന്നാണ്. അതിനെ കൊണ്ട് കഴുകാം. അതിന് ജീവനുണ്ട് കഴിച്ച്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, അത് ചാവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോഴും എൻ്റെ ജീവനൊക്കെ ഉണ്ട്. ഇതെന്താ പിടക്കുന്ന മീനോ? ഹലോ മീൻകുട്ടാ, പിടയ്ക്കുവാണോ നീ? ഞാൻ ചാവാൻ പോകുന്നു. ബൈ ബൈ. ഓ ചീസ്. നമുക്കിത് വൃത്തിയാക്കിയിട്ട് കാണാം. മീന് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് കറി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.